അദ്ദേഹം പറഞ്ഞത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ്. അങ്ങയുടെ സംസ്കാരം എവിടെയായിരുന്നു സർ? എവിടെയായിരുന്നു? ഇനി ഞാൻ പറയാം. ഇനി ഞാൻ നിങ്ങളോടായിട്ട് പറയുന്നില്ല. ഒരു യാത്ര നടത്തിയോ? അങ്ങും കുടുംബസമേതം വിദേശത്ത് നടക്കുമ്പോ രാഹുൽ ഗാന്ധിയും അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ഈ അരുവാൾ ചിറ്റിക നക്ഷത്രത്തിന് വേണ്ടി രാജസ്ഥാനിൽ വോട്ട് പിടിച്ചുകൊണ്ടാണ് സാർ ഈനാം പേച്ചി മരപ്പെട്ടി നിങ്ങളെ തേടി വരാത്തത്. സർ, നിങ്ങൾ ഇന്നലെ കണക്ക് നിരത്തി സാധാരണ സഖാക്കന്മാരെ പറ്റിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം ഉണ്ടല്ലോ, ഇതിന് ഓടില്ല സാർ. ബിജെപിക്ക് വോട്ട് പോയത് എവിടെ നിന്നാണ്? ഡോക്ടർ മാത്യു കോഴിനാടൻ, അങ്ങ് 7 മിനിറ്റ്. സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സാർ. സാർ, ഇന്ന് നമ്മൾ വിഷയത്തെക്കാൾ ഉപരി കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഈ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണല്ലോ നടന്നത്. പൊതുവെ രാഷ്ട്രീയം വിലയിരുത്തിയുള്ളൊരു അന്തരീക്ഷത്തിലാണ് ചർച്ച നടന്നത്. ഞാൻ കഴിഞ്ഞ 3 വർഷമായി ഇപ്പോൾ നിയമസഭയിൽ വന്നിട്ട് ഞാൻ വന്ന സമയം മുതൽ വളരെ സാഗൂതം ശ്രദ്ധിക്കുന്ന ചർച്ചകളിൽ മറുവശത്ത് നിന്ന് ഞാൻ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു ഭാഷ, ഒരു ശൈലി, ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ അന്ന് ഞങ്ങൾ നിയമസഭയിൽ വരുന്ന സമയത്ത് രാജ്യം വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണ്. BJPയുടെയും സംഘപരിവാറിൻ്റെയും നരേന്ദ്രമോദിയുടെയും അപ്രമാദിത്വത്തിൽ രാജ്യത്തിൻ്റെ മതേതര ജനത കടന്ന് വിങ്ങിപ്പൊട്ടുന്ന ഒരു സമയത്ത് ഇവിടെ അതിനെതിരെ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഈ ഭരണപക്ഷത്തു നിന്ന് എത്രയോ വട്ടം ആക്ഷേപകരമായ അസ്ത്രങ്ങൾ ഇതാണ് സാർ. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ മതേതര രാഷ്ട്രീയത്തെ മതേതര ജനതയ്ക്കും ശക്തി പകരുന്നതിന് വേണ്ടി ഭാരത് ജോഡോ യാത്ര നടത്താൻ വേണ്ടി, അതായത് കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്ന് പദയാത്രയായി പോകാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ നിന്ന് ആക്ഷേപിച്ചത് കണ്ടെയ്നർ ജാഥ എന്ന് പറഞ്ഞാണ് സാർ. എത്രയെത്ര ആക്ഷേപം ആ രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ ചൊരിഞ്ഞു. അത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്താൻ കിട്ടിയ ഒരവസരവും നിങ്ങൾ വിട്ടില്ല. കോൺഗ്രസിനെ താഴ്ത്തിക്കെട്ടാനും കോൺഗ്രസിനെ ആക്രമിക്കാനും കിട്ടിയ ഒരവസരവും നിങ്ങൾ വിട്ടുകളഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ പോലും, നിർണായകമായി തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ പോലും ഈ രാജ്യത്തിന്റെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളെയും മുന്നിൽ നിന്ന് നയിച്ച രാഹുൽ ഗാന്ധിയെ സംസ്ഥാനങ്ങളിൽ തമ്മിൽ മത്സരിക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധിയെ എല്ലാ നേതാക്കന്മാരും പിന്തുണച്ചപ്പോൾ ഒരേ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അസ്ത്രമെയ്യാൻ തയ്യാറായത്. അത് നിർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു സാർ. നിഷേധിക്കാൻ കഴിയോ? ഇന്നലെ അദ്ദേഹം, എന്റെ ബഹുമാനായ സുഹൃത്ത് ശ്രീ ശംസുദ്ദീൻ, ഒരു വാചകം പറഞ്ഞതിനെ ഒരു വാക്ക് പറഞ്ഞപ്പോ ഒരു വാക്ക് പറഞ്ഞ് ഒരു നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് അത് പിൻവലിച്ചെങ്കിൽ കൂടിയും ഇന്നലെ അവസാനത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി എന്താണ് സാർ പറഞ്ഞത്? എങ്ങനെയാണ് സംസ്കാര സമ്പന്നനായ ശംസുദ്ദീൻ ഇങ്ങനെ പറയാൻ കഴിയുക? ഒരു കൊരച്ചു എന്നൊരു വാക്ക് പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞാണ്. ഞാൻ ചോദിക്കട്ടെ, അതേ പക്ഷത്ത് നിന്നും രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് ഒരാൾ പറഞ്ഞപ്പോ അതിനോട് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു ഓർമ്മയില്ലേ? അദ്ദേഹം പറഞ്ഞത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ്. അങ്ങയുടെ സംസ്കാരം എവിടെയായിരുന്നു സർ? എവിടെയായിരുന്നു? ഇനി ഞാൻ പറയാം. ഇനി ഞാൻ നിങ്ങളോടായിട്ട് പറയുന്നില്ല. കേരളത്തിലെ ഇന്നും കമ്മ്യൂണിസം മനസ്സിലുള്ള സഖാക്കന്മാരോട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സഖാക്കന്മാർ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയോട് ഒരു നന്ദി പറയണം. കാരണം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ നിങ്ങളുടെയൊക്കെ വലിയൊരു ആശങ്ക എന്തായിരുന്നു? നിങ്ങളുടെ വലിയൊരു ആശങ്ക എന്തായിരുന്നു അറിയോ? നിങ്ങളുടെ വലിയ ആശങ്ക CPM എന്ന പാർട്ടി ഇനി നാളുകളിൽ ഈനാമ്പേട്ടി പേച്ചി മരപ്പെട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്ക AK ബാലൻ പറഞ്ഞതല്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ആശങ്ക ദേശീയ പാർട്ടി എന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള. പക്ഷെ ഈ തവണ CPM ദേശീയ പാർട്ടി പദവി നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിന് കേരളത്തിലെ സഖാക്കന്മാർ, ആത്മാർത്ഥതയുള്ളവർ, സത്യസന്ധതയുള്ളവർ രാഹുൽ ഗാന്ധിയോട് നന്ദി പറയണം സാർ. കാരണം നിങ്ങൾ ഈ തവണ അത് നിലനിർത്താനുള്ള ഏക കാരണം രാജസ്ഥാനിലെ സിക്കാർ സീറ്റ് ജയിക്കുന്നതാണ്. ആ സിക്കാർ സീറ്റ് സിക്കാർ സീറ്റ് കിട്ടിയത് എങ്ങനെയാണ് സാർ? 2019 തെരഞ്ഞെടുപ്പിൽ കേവലം 2.3% വോട്ടാണ് CPM നേടിയത്. കോൺഗ്രസിന് 35% വോട്ടുണ്ടായിരുന്നു. ആ സീറ്റ് നിങ്ങൾക്ക് നൽകിയ മനുഷ്യന്റെ പേരാണ് സാർ രാഹുൽ ഗാന്ധി എന്ന്. ആ രാഹുൽ ഗാന്ധി നൽകിയ സീറ്റ്, ഞാൻ ചോദിക്കട്ടെ, ഈ CPM എന്ന പാർട്ടിക്ക് രാജ്യത്ത് ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഞാൻ ചോദിക്കട്ടെ, സിക്കാറിൽ ജയിപ്പിക്കാൻ അങ്ങൊരു യാത്ര നടത്തിയോ? അങ്ങും കുടുംബസമേതം വിദേശത്ത് നടക്കുമ്പോ രാഹുൽ ഗാന്ധിയും അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ഈ അരുവാൾ ചിറ്റിക നക്ഷത്രത്തിന് വേണ്ടി രാജസ്ഥാനിൽ വോട്ട് പിടിച്ചുകൊണ്ടാണ് സാർ ഈനാം പേച്ചി മരപ്പെട്ടി നിങ്ങളെ തേടി വരാത്തത്. സാധാരണ സഖാക്കന്മാർ ഇന്ന് യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് രാഹുൽ ഗാന്ധിയോടാണ്. എന്നിട്ടാണ് ഇന്നലെ കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ വേണ്ടി അങ്ങ് കണക്കുമായി വന്നത്. അങ്ങ് ആരെയാണ് സാർ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങ് പറഞ്ഞല്ലോ,
ഈ BJPക്ക് വോട്ടെല്ലാം പോയത് കോൺഗ്രസിൽ നിന്നാണെന്ന്. ഞാൻ അങ്ങേ അധികം ദൂരെയല്ലാതെ അങ്ങേക്ക് പരിശോധിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി അടുത്തിരിക്കുന്ന ആറ്റിങ്ങിൽ സംഭവിച്ച വോട്ടിന്റെ കണക്ക് അങ്ങൊന്ന് പരിശോധിക്കണം സാർ. അതായത് ഏറ്റവും ഒടുവിൽ നിങ്ങൾ മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് നിങ്ങൾക്ക് കിട്ടിയ വോട്ട് 72,742 ആയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് നിങ്ങൾക്ക് കിട്ടിയത് 50,042 വോട്ടാണ്. എവിടെ പോയി സാർ 22,000 വോട്ട്? ആറ്റിങ്ങലിൽ നിങ്ങൾക്ക് കിട്ടിയത് 69,898 വോട്ടായിരുന്നു. ഈ പാർലമെന്റിൽ നിങ്ങൾക്ക് കിട്ടിയത് 46,161 വോട്ടാണ്. കാട്ടാക്കടയിൽ നിങ്ങൾക്ക് കിട്ടിയത് 66,293 വോട്ടായിരുന്നു. അവരെല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഈ തവണ നിങ്ങൾക്ക് പാർലമെന്റിൽ കിട്ടിയത് 41,716 വോട്ടാണ് സാർ. 22,000 വോട്ട് എവിടെ പോയി? വർക്കലയിൽ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത്, ബഹുമാനായ ജോയി എവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിക്കാം, 68,816 വോട്ടാണ്. ഈ തവണ പാർലമെന്റിൽ അദ്ദേഹത്തിന് ലഭിച്ചത് 45,930 വോട്ട്. 25,000 വോട്ടുകൾ എവിടെ പോയി സാർ? നിങ്ങൾ ഇന്നലെ കണക്ക് നിരത്തി സാധാരണ സഖാക്കന്മാരെ പറ്റിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമമുണ്ടല്ലോ, ഇതിന് ഓടില്ല സാർ. BJPക്ക് വോട്ട് പോയത് എവിടെ നിന്നാണ്? BJPക്ക് വോട്ട് ലഭിച്ചത് എവിടെ നിന്നാണെന്ന് അറിയണം. അതായത് ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, തൃശ്ശൂരിൽ CPM-ന്റെ മേയറാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടില്ലേ സാർ? സുരേഷ് ഗോപിയുടെ ജയത്തെ കുറിച്ച് എത്ര ആവേശത്തോടു കൂടിയാണ് പറഞ്ഞത്. പിന്നെ അങ്ങ് മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹം രാജ്യസഭയിലെ ഒരു സീറ്റ് കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അത് വലിയ നഷ്ടമായി പോയെന്ന നിലയിൽ പറഞ്ഞല്ലോ. അങ്ങ് മനസ്സിലാക്കിക്കോ, KC വേണുഗോപാലിനെ പോലെ ശക്തനായ ഒരു നേതാവ് ആലപ്പുഴയിൽ മത്സരിച്ചതുകൊണ്ട് BJP രണ്ടാമതോടെ ജയിക്കാതെ വന്നു. അങ്ങ് പറഞ്ഞ കണക്ക് ഇനി നിങ്ങൾ പറയാൻ പോകുന്ന ഡിഫൻസ് എനിക്കറിയാം. നിയമസഭയും ലോക്സഭയും 2 പാറ്റേൺ ആണെന്നല്ലേ പറയാൻ പോകുന്നത്. ഞാൻ ലോക്സഭാ പാറ്റേൺ തന്നെ അങ്ങോട്ട് പറയാം സാർ. അതായത് 2019 ആലപ്പുഴയിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ടുകൾ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ പറഞ്ഞല്ലോ KC വേണുഗോപാൽ വന്ന് മത്സരിച്ചെന്തോ വലിയ തെറ്റായിപ്പോ എന്നുള്ള രീതിയിൽ. അമ്പലപ്പുഴയിൽ CPM-ന് കുറഞ്ഞത് 14,864 വോട്ട്. കായംകുളത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കമന്റ് പറഞ്ഞ്, അപ്പൊ കായംകുളത്ത് CPM-ന് കുറഞ്ഞ വോട്ട് 14,350 വോട്ട്. ആലപ്പുഴയിൽ കോൺഗ്രസിന് 110 വോട്ട് 2019 കൂടുതൽ കിട്ടിയപ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 18,459 വോട്ട്. അരൂരിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 15,046 വോട്ട്. ഹരിപ്പാടിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 13,830 വോട്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 9,493 വോട്ട്. ചേർത്തലയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 21,363 വോട്ട്. ഈ വോട്ടൊക്കെ BJPക്ക് കിട്ടിയപ്പോഴാണ് ലക്ഷക്കണക്കിന് വോട്ട് മറച്ചുവെച്ച് ശ്രീമതി CK ആശ, അങ്ങേക്ക് 9 മിനിറ്റ്.